ലണ്ടൻ ഇളക്കിമറിച്ച കുടിയേറ്റ വിരുദ്ധ റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. പതിറ്റാണ്ടുകൾക്കിടെ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ റാലിയായി ഇത് ചരിത്രം തിരുത്തിയെഴുതുകയായിരുന്നു. റാലിയിൽ പങ്കെടുക്കുന്നവരുടെ മുഖംമൂടി ധരിക്കരുതെന്നും മദ്യം കഴിക്കരുതെന്നും അക്രമാസക്തരാകരുതെന്നും ആഹ്വാനം ചെയ്തിരുന്നു. പതിറ്റാണ്ടുകൾക്കിടെ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ റാലിയായി കണക്കാക്കപ്പെടുന്ന പരിപാടിയിൽ ബ്രിട്ടന്റെ തലസ്ഥാനത്ത് ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി. ഒക്ടോബറിൽ കോടതിയലക്ഷ്യത്തിന് ജയിലിലടയ്ക്കപ്പെട്ട ശേഷം മെയ് മാസത്തിൽ ജയിൽ മോചിതനായ റോബിൻസനാണ് റാലിയുടെ നേതൃസ്ഥാനം വഹിച്ചത്. UK-യിൽ ദേശീയതയുടെ കുതിച്ചുചാട്ടവും വോട്ടെടുപ്പിൽ ഒന്നാമതെത്തിയ തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ ഉയർച്ചയും അമേരിക്കൻ യാഥാസ്ഥിതിക പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ കൊലപാതകം എന്നിവയ്ക്കിടയിലാണ് യുണൈറ്റഡ് ദി കിങ്ഡം എന്ന റാലി നടക്കുന്നത്. ചാർലി കിർക്കിന് RIP, നമ്മുടെ കുട്ടികളെ രക്ഷിക്കൂ, അഭയാർത്ഥികളെ പുറത്താക്കൂ തുടങ്ങിയ വാക്യങ്ങൾ എഴുതിയ പ്ലക്കാർഡുകളും കയ്യിലേന്തി ഇംഗ്ലണ്ട് പതാകകൾ വീശിയാണ് ജനങ്ങൾ റാലിയിൽ പങ്കെടുത്തത്. യുട്ടായിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ചാർലി കിർക്കിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും കൊലപ്പെടുത്തിയവരെ ശക്തമായ ഭാഷയിൽ റോബിൻസൺ വിമർശിക്കുകയും ചെയ്തു. റാലിയിൽ 40,000-ലധികം പേർ പങ്കെടുത്തെന്ന് തീവ്രവാദ വിരുദ്ധ ഗ്രൂപ്പായ ഹോപ്പ് നോട്ട് ഹെയ്റ്റ് പറഞ്ഞു. തലസ്ഥാനത്ത് ഒരേ ദിവസം 5 പ്രീമിയർ ലീഗ് സോക്കർ മത്സരങ്ങൾ നടക്കുന്നതിനാൽ 1600-ലധികം ഉദ്യോഗസ്ഥരെ പ്രദേശത്ത് വിന്യസിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.